അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി. ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദി. ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദി. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ബലിയായി നൽകുന്നു ഞാൻ. അൾത്താരയൊരുക്കി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി. മിശിഹായുടെ സ്നേഹമുള്ളവരെ, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മളെ മുഴുവനായും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ അൾത്താരയുടെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെ ഇടവകയും ലോകത്തെ മുഴുവനും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹവും ലോകത്തിന് മുഴുവൻ ചൊരിയപ്പെടാം. കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മോട് പ്രാർത്ഥന സഹായ അപേക്ഷകൾ അനേകം വ്യക്തികളുണ്ട്. അവരെ എല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ യാചിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ ബലി സ്നേഹപൂർവ്വം അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരു മയൊളി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നാമമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുമ്പാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം.
സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ എതിർക്കാൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനം നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം. സൈന്യമെന്നെ വളഞ്ഞാൽ വൈരികൾ പിന്തുടർന്നാലും ദൈവമാണൻ പാലകൻ. പ്രിയതമങ്ങേ വസതിയിൽ കഴിയുവാനും മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനുണ്ടാകും. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം. കാതിനങ്ങേ കവികളും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ.
എന്തുകൊണ്ടെന്നാലും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥനയമോടെ നിന്നെ നമിച്ചു പുലർത്തുന്നു. നിത്യമഹോന്നതമാ ഉത്താനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുഗ്രഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന ദിവശ്രദ്ധയോടെ ഗ്രഹിക്കുകയും നിയമാവർത്തന പുസ്തകത്തിലെ വായന 1-ാം അധ്യായം 16 മുതൽ 18 ഉള്ള വാക്യങ്ങൾ ഗുരുവാശം. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരർ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവ്വം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകിയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ അവ തീരുമാനിച്ചുകൊള്ളാം. നിങ്ങളുടെ കർത്തവ്യം എന്തെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരനും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തക്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവാം
പിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 19 മുതൽ 27 വരെ വാക്യങ്ങൾ ഗുരു ആസ്വദിച്ചാലും. വിശുദ്ധാദിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി. നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനായിരിക്കലും ഞാൻ അവരെ പോലെയായി. നിയമത്തിന് പുറത്തുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവനിയമമില്ലാത്തവനായിരുന്നില്ല, പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേര് രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗഭാഗാകുന്നതിന് സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. മത്സരകളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുണ്ടെങ്കിലും സമ്മാനം അർഹരാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. കായിക അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്, നാം അനശ്വരമായതിനു വേണ്ടിയും. ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. സത്യവചനം നിത്യവചനം മണ്ണിരക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിരക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6:27 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ,
ശപിക്കുന്നവനെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചികിട്ടത്തെ അണിക്കുന്നവന് മറ്റേ ചികിട്ട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന എന്തിനവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടെ നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സ്ലിഹാകാലത്തിലെ 3-ാമത്തെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണമാണ് സ്ലിഹാകാലം മുഴുവൻ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം. ഇന്നത്തെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ അതേ പ്രസംഗം തന്നെയാണ്. അതേ ഭാഗങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം സമതല പ്രസംഗമായി അവതരിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായവും 6-ഉം 7-ഉം അധ്യായങ്ങൾ ഈശോയുടെ ഗിരിപ്രഭാഷണം, ഈശോയുടെ ദേവരാജ്യമെന്നുള്ള മനോഹരമായ സങ്കല്പത്തെ, ആ സ്വപ്നത്തെ ഈശോ ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുന്ന അധ്യായങ്ങളാണ് മലയിലെ പ്രസംഗം. എന്നിട്ട് സുവിശേഷത്തിൽ അതിലെ വളരെ വിശിഷ്ടമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് നമ്മൾ വായിച്ചത്. അത് ശത്രു സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ്. ശത്രുവിനെ സ്നേഹിക്കണം, ദ്വേഷിക്കുന്നവരെ അധിക്ഷേപിക്കുന്നവരെ അനുഗ്രഹിക്കണം എന്നുള്ള ഈശോയുടെ ദൈവരാജ്യ സുവിശേഷത്തിലെ ഏറ്റവും വില കൂടിയ ഒരു ദൈവരാജ്യ മൂല്യമാണ് ശത്രുസ്നേഹം. ഒരുപക്ഷേ കർത്താവിൻ്റെ രക്ഷാകര ദൗത്യത്തിലെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സുവിശേഷ മൂല്യമാണ് ശത്രുസ്നേഹം. ഒരുപാട് കാര്യങ്ങൾ ഈശോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശത്രുസ്നേഹത്തോളം വിലയുള്ളതോ വിലപ്പെട്ടതായി മറ്റൊന്നും വരില്ല എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. കാരണം അത്രയും പ്രയാസമേറിയ ഒരു വലിയ ഒരു കാര്യമാണ് ശത്രുസ്നേഹം. കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം അവസാനം കുരിശിലും നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ശത്രുസ്നേഹമാണ്. ഈശോ പഠിപ്പിച്ചത് തന്നെയാണ്. പക്ഷേ ഇന്ന് കത്തോലിക്ക സഭയുടെ, ക്രൈസ്തവ സഭകളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മളും നമ്മുടെ മുഖമുദ്രയായി നമ്മൾ ലോകത്തിന് മുമ്പിൽ എടുത്തു കാണിക്കുന്ന ശത്രുസ്നേഹം തന്നെയാണ്. ഈ ശത്രുസ്നേഹം കൊണ്ട് ഈ ലോകത്തെ കീഴടക്കാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്, നമ്മളോട് ഇന്നും ഈശോ ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ ശത്രുസ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങളും അതിലെത്രമാത്രം നമ്മൾ വളർന്നുവെന്നും ആത്മപരിശോധന ചെയ്യാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. എങ്ങനെയാണ് ശത്രുസ്നേഹത്തിൽ വളരുക? അതൊരു കുടുംബത്തിൽ നിന്നാണ് ഒരു ശത്രുസ്നേഹം എന്നുള്ള വലിയ ബോധ്യം കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും ഒരു തലമുറയ്ക്കും ലഭിക്കുന്നത്. ഒരു കുടുംബത്തിൽ എന്നും മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റം പറയലും, മറ്റുള്ളവരെക്കുറിച്ചുള്ള പരദോഷം പറയലും, മറ്റുള്ളവരെക്കുറിച്ച് അസൂയപ്പെടലും ഇങ്ങനെ ചെയ്യുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വളരുന്ന കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും ശത്രുതയായിരിക്കും, മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും വിദ്വേഷമായിരിക്കും. മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ കൊണ്ട് കുടുംബത്തിൽ എന്നും അത് സംസാരിക്കുകയും അവരെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുഞ്ഞ് വിദ്വേഷവും അതുപോലെ തന്നെ ശത്രുതയിലുമാണ് വളരുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസൂയപ്പെട്ട് വളരുന്ന സാഹചര്യത്തിൽ വളരുന്ന കുഞ്ഞും അതുപോലെ തന്നെ അവരോട് വിദ്വേഷമാണ്. പക്ഷേ കുടുംബത്തിൽ വലിയ പീഡനങ്ങളേറ്റ് വളരുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവരുടെയും ജീവിതത്തിൽ നമുക്കറിയാം, വളർന്നു വലുതാവുമ്പോൾ പലപ്പോഴും അവർ ധിക്കാരികളായിട്ടാണ് തീരാറ്. ഓരോ നിയമത്തെയും ഒരു അധികാരത്തെയും അനുസരിക്കാത്ത ഒരു തലമുറയായിട്ടാണ് പലപ്പോഴും ആ തരം കുട്ടികളൊക്കെ വളർന്നു വരുന്നത്. കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണ് ഒരു കുഞ്ഞിൻ്റെ ഹൃദയവും ജീവിതവും വളർത്തിയെടുക്കുന്നത്. ഒരുപക്ഷേ അവർക്ക് അധികാരം കിട്ടിയാൽ അവർ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന അധികാരികളായി മാറുകയും ചെയ്യുമെന്ന് ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ
നല്ല കുടുംബങ്ങളിൽ, നല്ല അന്തരീക്ഷങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ശത്രു സ്നേഹത്തെക്കുറിച്ചും ക്ഷമിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും സഹതാപം കാണിക്കാനും അനുകമ്പ കാണിക്കാനും സാധിക്കുന്നു. അത് കുടുംബത്തിൽ നടക്കുന്ന സംസാരങ്ങളും കുടുംബത്തിലുള്ള അന്തരീക്ഷവുമാണ്. അത് മാതാപിതാക്കളുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ വേദനകളിൽ അവർ പങ്കുചേരുമ്പോൾ, അവരുടെ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും ഒരു തലമുറയുടെയും ഹൃദയത്തിൽ ക്ഷമയുടെയും ശത്രുസ്നേഹത്തിൻ്റെയും പാഠങ്ങൾ അവരുടെ ഹൃദയത്തിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുന്നതാണ് ഒരു ശത്രുസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രായോഗികമായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ വളർന്നു വലുതായി ശത്രുസ്നേഹത്തെക്കുറിച്ച് ഒരു ജ്ഞാനം കുടിക്കുക, അല്ലെങ്കിൽ ശത്രുസ്നേഹത്തെക്കുറിച്ച് ഒരുപാട് കൗൺസിലിംഗ് നടത്തുന്നതിനേക്കാളൊക്കെ ഉപരിയായി കുടുംബത്തിൽ വളരുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് ശത്രുസ്നേഹത്തിൻ്റെ പാഠങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് നമുക്ക് നൽകാൻ സാധിക്കും. സഭയുടെ ചരിത്രത്തിലും വിശ്വാസ ജീവിതത്തിലും ഒരുപാട് വ്യക്തികൾ ഈ ശത്രുസ്നേഹം നമ്മളെ പഠിപ്പിച്ചവരുണ്ട് എന്ന് നമുക്കറിയാം. ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധരായ മാർപ്പാപ്പന്മാരിൽ തന്നെ പ്രിയപ്പെട്ട ബെനഡിക്ട് 15 മാർപ്പാപ്പ, അദ്ദേഹത്തെ വധിക്കാനായി ഒരിക്കൽ ഒരാൾ ശ്രമിച്ചുവെന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വധിക്കാൻ ആരംഭിച്ചു. പട്ടാളക്കാർ അദ്ദേഹത്തെ പിടികൂടി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മുമ്പിൽ നിർത്തിയപ്പോൾ അദ്ദേഹം ആ മനുഷ്യനോട് എങ്ങനെയാണ് പറഞ്ഞത്? മകനെ, നിൻ്റെ ഭാര്യയും നിൻ്റെ കുഞ്ഞും നിൻ്റെ കുടുംബവും നീ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അറിഞ്ഞു കാണും. നീ ഉടനെ വീട്ടിലേക്ക് പോവുക, എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും ആശ്വസിപ്പിക്കുക. എത്രയോ വലിയ ഒരു ക്ഷമയുടെയും ശത്രുസ്നേഹത്തിൻ്റെ പാഠമാണ് നമ്മുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ കാണിച്ചത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നെഞ്ചിലേക്ക് കുതിർത്ത ആ ചെറുപ്പക്കാരനോട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിരുപാധികം ക്ഷമിച്ചുവെന്നും അവനെ കണ്ടുവെന്നതും അവനെ ആശ്വസിപ്പിച്ചുവെന്നതും ചരിത്രത്തിൻ്റെ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ശത്രുസ്നേഹം പഠിപ്പിച്ച അനേകം വിശുദ്ധർ, അനേകം വ്യക്തികൾ നമ്മുടെ മുമ്പിലുണ്ട്. ശത്രുസ്നേഹം തന്നെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ മൂല്യം. അതുകൊണ്ട് നമുക്കും ഈ പാഠം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ആരോടെങ്കിലും നമ്മൾ ശത്രുതയുണ്ടോ? ശത്രുത ജീവിതകാലം മുഴുവൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശത്രുത വെച്ച് പുലർത്തി വിദ്വേഷത്തോടെ ജീവിക്കുന്നവർ അത് വലിയൊരു മേന്മയായി, വലിയൊരു വീരകൃത്യമായി പലരും സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ട് കാണും. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് എടുത്തു ചെല്ലുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ വലിയൊരു ബലഹീനതയാണ്, ഒരു വൈകല്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഒരു മാനസിക വൈകല്യമാണ് ശത്രുത. ഒരു യഥാർത്ഥ മനുഷ്യൻ അവൻ ക്ഷമിക്കാനും ശത്രുവിനെ സ്നേഹിക്കാനും വിട്ടുകൊടുക്കാനും ജീവിതത്തിൽ എപ്പോഴും തയ്യാറാകുന്നവനാണ്. അപ്പോൾ അവരോടൊക്കെ കുറേ കൂടി കാരുണ്യവും സ്നേഹവും കാണിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ശത്രുതയും വിദ്വേഷവും നമ്മൾ പുലർത്തുന്നവരാണോ എങ്കിൽ അവരോടൊക്കെ നിരുപാധികൾ ക്ഷമിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ശത്രുസ്നേഹത്തിന് ശത്രു എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശത്രു ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സ്വാർത്ഥതയാണ്. ഈ ലോകത്തിലേക്ക് നോക്കുമ്പോഴും നമുക്ക് പലപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. സ്വാർത്ഥതയിൽ നിന്നാണ് പലപ്പോഴും ശത്രു രൂപപ്പെടുന്നത്. എനിക്ക് കിട്ടേണ്ട പലതും മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ മറ്റുള്ളവരോട് അനാവശ്യമായ ശത്രുതയും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ നിറയുന്നുണ്ട്. നമ്മളെക്കാൾ മെച്ചപ്പെട്ട മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ശത്രുത ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ പരസ്പരം എനിക്ക് കിട്ടേണ്ട പലതും എനിക്ക് കിട്ടാതെ പോകുമ്പോൾ നമുക്ക് ശത്രുത ഉണ്ടാകാം. സ്വാർത്ഥത പലപ്പോഴും ശത്രുതയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അപ്പോൾ ശത്രുസ്നേഹം പരിശീലിക്കാൻ നമുക്ക് ഏറ്റവും വലിയ പുണ്യം നമ്മൾ അപേക്ഷിക്കേണ്ടത് നിസ്വാർത്ഥതയാണ്. മറ്റുള്ളവരോട് നിസ്വാർത്ഥമായി പെരുമാറാൻ, അത് ഈ ക്ഷമയുടെ കാര്യത്തിൽ പോലും ഔദാര്യത്തോടും നിസ്വാർത്ഥമായിട്ട് പെരുമാറാൻ നമുക്ക് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കും ശത്രുസ്നേഹത്തിൽ വളരാൻ സാധിക്കും. ഇന്ന് വായിച്ചു കേട്ട ലേഖനഭാഗത്ത് പൗലോസ്ലീഹ കൊരിന്തോസിൽ എഴുതിയ ലേഖനം 1-ാം ലേഖനം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: മത്സരകലത്തിൽ ഓട്ടക്കാർ ഓടുന്നവർ അവർ മത്സരത്തിൻ്റെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാണ് അവർ ഓടുന്നത്. അങ്ങനെയാണെങ്കിലേ അവർ സമ്മാനാർഹരാകും. എന്നിട്ട് പറയുകയാണ്, ഒരു മത്സരം കായികാഭ്യാസി തൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കിയിട്ടാണ് അവൻ സമ്മാനത്തിന് വേണ്ടി അവൻ നേടുന്നത് നശ്വരമായ ഒരു സമ്മാനത്തിന് വേണ്ടിയാണ്. എന്നാൽ നമ്മൾ ഓടുന്നത് അനശ്വരമായ സമ്മാനത്തിനാണ്. അതുകൊണ്ട് നിങ്ങൾ ഓടുവിൻ. പൗലോസ് അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഓടുവിൻ, നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുവിൻ. നന്മയാണ് ഈ ഒരു ഓട്ടത്തിൽ നമ്മളെ സഹായിക്കുന്നത്. നന്മ ചെയ്തുകൊണ്ടാണ്, നിസ്വാർത്ഥമായിട്ടാണ്. നന്മ എന്നുള്ളത് നിസ്വാർത്ഥതയാണ്. നമ്മൾ നിസ്വാർത്ഥമായി ചെയ്യുന്നത് എന്തും നന്മയാണ്. അതുകൊണ്ട് നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ
ഈശോയും പൗലോസ്ലിഹായും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും നിസ്വാർത്ഥതയുടെ പാഠങ്ങൾ നമുക്കും ഈ ലോകത്ത് നിന്ന് പഠിക്കാം. അനേകർ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ നിസ്വാർത്ഥതയുടെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചവരുണ്ട്. മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരിക്കൽ ചോദിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. വഴിയരികിൽ കിടന്ന് ദുർഗന്ധം വമിക്കുന്ന, പുഴുവരിക്കുന്ന, മലമൂത്ര വിസർജനം നടത്തി വഴിയരികിൽ കിടക്കുന്ന മനുഷ്യരെയെല്ലാം മടിയിലിരുത്തി ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി അവരെയൊക്കെ സ്വന്തം മക്കളെ പോലെ ശുശ്രൂഷിക്കുന്ന മദർ തെരേസയുടെ ഒരു വ്യക്തി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ 1,00,000 രൂപ എനിക്ക് മാസം കിട്ടിയാലും ഈ ജോലി ഞാൻ ചെയ്യാൻ തയ്യാറാകില്ല. മദർ തെരേസയുടെ മറുപടിയും നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. മദർ തെരേസ പറഞ്ഞു, എനിക്ക് 1,00,000 1 കോടി രൂപ കിട്ടിയാലും ഞാനും ഈ പ്രവൃത്തി ചെയ്യില്ല. ഞാൻ ശുശ്രൂഷിക്കുന്നത്, ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് പണത്തിന് വേണ്ടിയല്ല. പണത്തിന് വേണ്ടി ഞാൻ ആരെയും ശുശ്രൂഷിക്കാറില്ല. എന്നാൽ ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് ഞാനിത് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു സ്നേഹമാണ് കർത്താവിൻ്റെ സുവിശേഷ ദൈവരാജ്യത്തിൻ്റെ മുഖമുദ്രയും അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തു സ്നേഹമാണ്. അതുകൊണ്ട് നമുക്കും ഈ സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ ശത്രുവിനെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ശത്രുതയുള്ള വ്യക്തികളും അന്തരീക്ഷങ്ങളൊക്കെ നമുക്ക് മനസ്സിലോർത്ത് അവരോട് ക്ഷമിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ സ്നേഹമാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കരുണ കാണിക്കാൻ, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും. നമുക്കും ഒരു നിമിഷം കണ്ണുകൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ചെറിയ കാര്യങ്ങളിൽ പോലും ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കുന്നവരെയെല്ലാം ഞങ്ങൾ ശത്രുക്കളാക്കി തീർത്തിട്ടുണ്ട്. ഞങ്ങളോട് മറുത്തു പറഞ്ഞവരെ, ഞങ്ങളെ വിമർശിച്ചവരെ, ഞങ്ങളെ കുറ്റപ്പെടുത്തിയവരെ, ഞങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തിയവരെ, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് പലതും നൽകാതെ ഞങ്ങളെ അവഗണിച്ചവരെ, ഞങ്ങൾക്ക് വേണ്ടത് സ്ഥാനമാനങ്ങളൊന്നും നൽകാത്തവരെ, ഞങ്ങളെ വിലമതിക്കാത്തവരെ, കർത്താവ് ഞങ്ങളൊക്കെ ശത്രുക്കളായി കണ്ട് പലരോടും ഞങ്ങളിലുള്ളിൽ നീറുന്ന വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും അമർഷവും സൂക്ഷിക്കുന്നവരാണ്. ഈശോയെ കുരിശിൽ കടന്നുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നതിൽ നിന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. കർത്താവേ, ആത്മാർത്ഥമായി ക്ഷമിക്കാൻ, അങ്ങേ പ്രതി ക്ഷമിക്കാൻ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ഔദാര്യത്തോട് ക്ഷമിക്കാൻ ഈശോയെ ഞങ്ങളെ ഒരുക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാവർക്കും സന്തോഷത്തോടെ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തേനാവുള്ള രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ കെട്ടിപ്പറ്റിയ പരിശുദ്ധാത്മാവെ, ലോകത്ത് നിന്നും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ത്രീയന്മാരെ ശക്തരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാർ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിതക്ലേശങ്ങളും മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ ധരിച്ച കർത്താവായ ദൈവമേ, ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. സകലത്തിൻ്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിലൂടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ ഈ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കൈയോടെ സ്വീകരിക്കണമേ നിറയോമി ജീവിതകാലത്തിൽ സന്തോഷ സന്താപ മാലിക. കനിവോടെ സ്വീകരിക്കണമേ കനിവോടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിതകാലത്തിൽ സന്തോഷ സന്താപ മാലിക. കനിവോടെ സ്വീകരിക്കണമേ. സാധനമതുപോലാത്മജൻ ദിവ്യരൂഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാധനമൂർത്തിന പാവനമീ ബലി. ആദിയിലെ പോലെ തന്നേക്കും ആമിനാമേ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ സാതിലീച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മർത്തൂമായി സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിനാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. ദൈവസ്വനാഥന്റെ കാലത്ത് ഇടകൾ സഹിക്കുകയും സിംഹാനം തറയ്ക്കപ്പെട്ടവരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെയും വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും തിരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനിലും പുറപ്പെടുന്ന സജ്ഞാത്മാവും ജീവദാതാവുമായ ഏക
പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈക്യവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമനീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളെ പറയുകയും ചെയ്യുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസമെല്ലാ ഭരണാർത്ഥാക്കളെയും സത്യവിശ്വാസം ധരിച്ച് ലോകത്തിൽ നിന്ന് വേർപ്പെട്ട എല്ലാവരെയും അനുസ്മരിക്കുകയും ഈശോയുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷ്ണു നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും എല്ലാവത്തോടും വിശുദ്ധിയോടുകൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നന്ദിയോടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹിം ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള ഒറ്റ കൃപ കാണിക്കുകയും ചെയ്തു.
സ്വർഗവാസികളായിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോളം തന്നെ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത്
കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയനും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഭക്ഷിക്കുന്നവർ ഒരിക്കലും വൃത്തിത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെയിതാ. ഈ തിരുവോസി നമ്മുടെ ഇടയനിതാ. നമ്മുടെ ദൈവമിതാ. ആ ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തൻ്റെ ജനത്തോട് കാട്ടിയോട് പ്രിയൻ ഇന്നും തുടിക്കും നീ പുകാശി. ഇന്നും തുടിക്കും നീ പുകാശി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്താരങ്ങൾ സമീപിക്കാം. അനുതാപത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തേക്കുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കുർബാന സ്വീകരിക്കുകയും പശുആത്മാവിനെ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ
പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിലെ വിശുദ്ധരോട് വിളിച്ച് സ്തുതിക്കുമോ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. പ്രതാവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ ഞങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദന നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവാൻ സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ആവശ്യമിശിഹാണ് കൃപാവരും അവിടുത്തെ കാരുണ്യത്തിൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജന്മാരെ അനുഗ്രഹിച്ച് വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഖമാരോടുകൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീരങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ വൃത്തിയും പാപങ്ങളുടെ മോചനവും രക്ഷയും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. തിരുവോസ്തി നൽകുവാൻ വൈദികൻ അരികിലണയുന്നിതാ. തിരുവോസ്തി നൽകുവാൻ വൈദികൻ അരികിലണയുന്നിതാ. കൈകൂപ്പി നിന്ന് ആദരവോടെ ഈശോയെ കൈകൂപ്പി നിന്ന് ആദരവോടെ ഈശോയെ സ്വീകരിക്കാം. ഓ യേശുവേ, ആത്മാവിലാനന്ദമേ, ഓ സ്നേഹമേ, സ്വർഗീയ സൗഭാഗ്യമേ. സമർപ്പിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ വിശുദ്ധ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പരഹിതത്തിന്റെ മകനീയമതിൽ വിധിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും നിശ്ചിതമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ യുഗത്തിൽ അവരുടെ ആന്തവും ആശ്വാസവും ഹരത്തിൽ നിത്യ സൗഭാഗ്യത്തിൻ്റെ മണവുമായി തീരട്ടെ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയിൽ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പരിശുദ്ധരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ,
വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ യേശുവിനെ സമീപിച്ച് ഇതിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രതാവായ ദൈവമേ, പാപികളും ബലഹീനരുമായി ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ നിന്റെ ശരീരരക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിൽ നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഉപവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുധനാൻ നൽകി ദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവസ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമേ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. രക്ഷകകൃപയും താതന്തൻ സ്നേഹവുമൊപ്പം റുഹാദൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കർത്താവേ, കരുണമേ സ്വസ്തി. ഞങ്ങൾ സുരക്ഷ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളും സ്വർലോകരാജ്ഞി മരിയേ, സ്വർഗീയ റാണി അമലേ, നിന്നാദ്ര സ്നേഹം നുകരാ ഒരു നോക്കു കഴിയണമെങ്കിൽ. സ്വർലോകരാജ്ഞി മരിയേ, സ്വർഗീയ അഭയമായ